ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ സെൻട്രൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള 3000-ഓളം ഒഴിവുകളിലേക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു മുമ്പ്. അപ്പോൾ അതിലേക്ക് 21/2/2024 നോട്ടിഫിക്കേഷൻ വന്നത് ഇപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ 6/6/2024 മുതൽ 17/6/2024 വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് മുമ്പ് അപ്ലൈ ചെയ്ത ആളുകൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളാണ്. അവർക്ക് ഇനി അപ്ലൈ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാതെ ഈ ഒരു അവസരം മിസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഏകദേശം ഇതിൻ്റെ എക്സാമൊക്കെ 23/6/2024 ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തും. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സെൻട്രൽ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏകദേശം 3000-ഓളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ കേരളത്തിലും നിരവധി അവസരങ്ങളുണ്ട്. കേരളത്തിലും ഇതിനെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 21/2/2024 അത് 6/3 വരെയായിരുന്നു അപേക്ഷിക്കേണ്ട ഡേറ്റ് ഉണ്ടായിരുന്നത്. അത് മുമ്പ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. വീണ്ടും അത് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 6/6 മുതൽ 17/6 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് 3000-ഓളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളുള്ളത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 1/4/1996 31/3/2004 ഇടയിൽ ജനിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിനിമം ഡിഗ്രി യോഗ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. കേരളത്തിലെ വിവിധ സെൻട്രൽ ബാങ്കുകളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷിച്ച് ജോലി നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലേക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് 15,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്. പിന്നെ ഇതിലേക്ക് SC/ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരമുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾ മാക്സിമം അവർക്കൂടി ഷെയർ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.